ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സൾട്ട് ആൻഡ് പേപ്പർ. ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള നെക്ക് ലൈനിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ എംബ്രോയ്ഡറി അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നത് പൊന്നുമണിയാണ്. അവൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡിൽ ഞാനും കൂടുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ തുണിയെ ഫ്രെയിമെല്ലാം ഉറപ്പിച്ചതിന് ശേഷം എംബ്രോയ്ഡറി നൂല് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കുക കണ്ടോ. എന്നിട്ട് സൂചി ആ പൊക്കിയെടുത്ത നൂലിൻ്റെ ജസ്റ്റ് താഴെ നിങ്ങൾക്ക് എത്രയും വലുപ്പമുള്ള ഫ്ലവർ വേണം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇതുപോലെ കോർത്ത് കൊണ്ടുവരണം കേട്ടോ. ഇങ്ങനെ കോർത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നീഡിൽ പൊക്കി ഇങ്ങനെ കൊണ്ട് നിർത്തണം. അതിന് ശേഷം ഇല്ല ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഒരു 10 ട്വിസ്റ്റ്, നമ്മൾ ഫ്രഞ്ച് നോട്ടൊക്കെ ചെയ്യത്തില്ലേ എന്ന് പറയുന്ന പോലെ ഒരു 10 ട്വിസ്റ്റ് ആ നീഡിലെ തന്നെ നമ്മളൊന്ന് ചെയ്യും. ഇത് മുന്നോട്ട് കയറി വരുന്നതോളം അതിനെ പുറകോട്ടൊന്ന് കൈകൊണ്ട് ജെൻറ്റലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അത്രയും ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഒന്ന് പൊക്കി എടുക്കാൻ പോവുകയാണേ. ശ്രദ്ധിച്ചോണേ കണ്ടോ. ഇതിനെ താഴോട്ടൊന്ന് ഇങ്ങനെ പിരിച്ച് താഴോട്ട് കൊടുക്കാമെങ്കിൽ ആ നീഡിലേന്ന് ഈസി ആയിട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ നൂല് വരും. നിങ്ങൾ കണ്ടോണേ ഇപ്പോൾ ട്വിസ്റ്റ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. നോക്കിക്കേ. എന്നിട്ട് ഇതിനെ ആ താഴേക്കൊന്ന് ഊർത്തി കൊടുക്കുക കണ്ടോ. അങ്ങനെ നിങ്ങൾ പറയുമല്ലോ ആ വാക്കല്ലേ. എന്നിട്ട് അതിനെ ശരിക്കൊന്ന് പിടിച്ച് വെക്കുക. നല്ലൊരു പെറ്റലാണ് ഇപ്പോൾ അവിടെ ഫോം ആയിരിക്കുന്നത് കണ്ടോ. അതിനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. നിങ്ങൾ ആദ്യം 2-3 ഒന്ന് ചെയ്ത് നോക്കിക്കുക റഫായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ താഴേക്ക് നീഡിൽ ഇറക്കി കൊടുക്കുകയാണ്. ഇതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് നിർത്താൻ പോവുകയാണ്. ഓക്കെ കണ്ടോ. താഴോട്ട് ഇതുപോലെ നൂല് വലിച്ചു. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ സൂചി മുകളിലോട്ടൊന്ന് പൊക്കിയിട്ട് ആ എതളിൻ്റെ ജസ്റ്റ് ഇപ്പുറത്തെ ഭാഗത്തും ഒന്ന് സൂചി കയറ്റി ഇറക്കി അതിനെ ഒന്ന് സെക്യൂർ ചെയ്ത് നിർത്താൻ പോവുകയാണ് കേട്ടോ. അതാണിപ്പോൾ ചെയ്യുന്നത് കണ്ടോ. സൂചി എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലും ഒന്ന് ഇറക്കി കൊടുത്തിട്ട് അതിനെ അവിടെ സെറ്റാക്കി ഒന്ന് നിർത്തി കണ്ടോ. ഇനിയിപ്പോൾ അവൻ അനങ്ങാതെ അവിടെ ഇരിക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പെറ്റൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ കണ്ടോ. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പെറ്റലിനെ ഉണ്ടാക്കാം കേട്ടോ. അടുത്ത് തന്നെ ഇതുപോലെ സൂചി ഞാൻ പൊക്കി എടുത്തിട്ടുണ്ട്. ഞാനല്ല കേട്ടോ പൊന്നു, ഞാൻ ജസ്റ്റ് സൗണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അവൾ പൊക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ. എന്നിട്ട് കണ്ടോ ആ സൂചി വീണ്ടും നമ്മൾ വേണ്ട ഡയറക്ഷനിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ ഇതുപോലെ തന്നെ സൂചി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും കയറ്റി ഇറക്കത്തില്ല കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതുപോലെ തന്നെ 10 പ്രാവശ്യം നമ്മൾ ആ നീഡിലേലോട്ട് ത്രെഡ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും കണ്ടോ. നിങ്ങൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ചെയ്ത പോലെ തന്നെ അറ്റം ഒന്ന് പിരിച്ചൊന്ന് അയച്ചു കൊടുക്കും. കൈ അവിടെ പിടിച്ചോണം അതേൽ. എന്നിട്ട് നമ്മുടെ ത്രെഡ് മുകളിലേക്ക് പൊക്കിയെടുക്കുക. അപ്പോഴേക്ക് താഴെ നമ്മൾ ചുറ്റിയ ആ ട്വിസ്റ്റ് മുഴുവൻ താഴെ വന്നു കഴിഞ്ഞു കണ്ടോ. അപ്പം ഒരു എതള് പോലെ അത് ഓട്ടോമാറ്റിക്കലി വന്ന് താഴെ വന്ന് വീഴും. കാരണം 10 ട്വിസ്റ്റ് ഉണ്ടല്ലോ. എന്നിട്ട് നീഡിലിനെ താഴേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പെറ്റലിനെ വീണ്ടും നമ്മൾ സെക്യൂർ ചെയ്യുക. അല്ലെങ്കിൽ ഇത് പൊങ്ങി നിൽക്കും. ആ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നത്. മനസ്സിലായല്ലോ കണ്ടോ. നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ ഒരു ഫ്ലവർ നിൽക്കുന്നത്, അതുപോലെ അതിനെ ഉറപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സൂചി ഓരോ എന്നാ പറയുന്നത് കെട്ടിട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് സൂചി കയറ്റി ഇറക്കി കൊടുത്താൽ മതിയാവും. ഓക്കെ. ഇതുപോലെ തന്നെ നമ്മൾ 3 പെറ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഞാൻ പറയുന്ന പോലെയല്ല, ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എല്ലാ പെറ്റൽസിനെ നമ്മൾ ഒരു പെറ്റൽ ഉണ്ടാക്കുമ്പോഴേ 2 സൈഡിലും ഒന്നുകൂടെ ഒന്ന് കോർത്തിറക്കി കഴിയുമ്പോഴേക്ക് കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ 3 പെറ്റൽസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നെക്ക് ലൈൻ ഒന്ന് വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഈ ഫ്ലവർ ജസ്റ്റ് കാണിച്ചു തരുന്നത് മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് ചുറ്റും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നെക്ക് ലൈൻ ചുറ്റും ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓരോന്ന് ചെയ്തിട്ട് നമ്മൾ പുറകിൽ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്ത് അതിനെ ഒന്ന് സെക്യൂറാക്കി നിർത്തും. ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നെക്ക് ലൈൻ മുഴുവൻ ചെയ്ത് കൊടുക്കും. പൊന്നു ചെയ്യുന്നത് ഞാൻ നിങ്ങളിത് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. താങ്ക് യു പൊന്നു. അപ്പോൾ ഞാൻ തേണ്ട പൊന്നിൻ്റെ കയ്യിൽ നിന്നും ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, അവൾ ചെയ്ത ഫ്ലവറാണ്. ഇതിപ്പോൾ അതിൻ്റെ മിഡിലിൽ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് മിഡിലിൽ ഒന്നുകിൽ നമുക്ക് ഇതുപോലെ മുത്തുകൾ വെച്ച് കൊടുക്കാം, സീക്വൻസ് വെച്ച് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഞാനൊരു പേൾ വെച്ച് കൊടുക്കാൻ പോലെ നിങ്ങൾക്ക് ഗോൾഡ് കളറിലെ മുത്ത് വേണമെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ചുമ്മാ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ. ഇതിനെ നമ്മൾ സാധാരണ നമ്മൾ സൂചി നൂല് ഉപയോഗിച്ച് തയ്ക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്കിതിനെ ഒന്ന് തയ്ച്ചെടുക്കാം. വളരെ എളുപ്പമാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. ഫ്രഞ്ച് നോട്ട്സ് ഇടാൻ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ഇടണമെന്നല്ലേ. എത്രയോ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നെ എങ്ങനെ ഫ്രഞ്ച് നോട്ട് ഇടണമെന്ന്.
നമുക്കത് ജസ്റ്റ് 2 ട്വിസ്റ്റ് മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ഇതുണ്ടോ നമുക്ക് തന്നെ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് അവിടെ ഇവിടെ എല്ലാം അങ്ങ് ഫ്രഞ്ചിനോട്ട് ഇട്ട് കൊടുക്കാൻ നോക്കണേ. പൊന്നാണ് നിങ്ങൾക്ക് വേണ്ടി എംബ്രോയിഡറി ചെയ്തത് കേട്ടോ. അവള് ഭയങ്കര എന്താ പറയുന്നത്, ബോറടിച്ചിരിക്കുമായിരുന്നു തോന്നുന്നു, എന്തോ പറ്റിയോ. ഫ്രഞ്ചിനോട്ട് ഇടുന്നത് എങ്ങനെ നിങ്ങളെ കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഒത്തിരി വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ മുകളിലേക്ക് നൂലെടുത്തതിന് ശേഷം ഞാനിപ്പോൾ 2 ട്വിസ്റ്റാണ്, 1 and 2 കണ്ടോ, 2 ട്വിസ്റ്റ് ഇതിൻ്റെ അരികിൽ തന്നെ നമ്മൾ കുത്തി ഇറക്കുന്നു. നോക്കിയേ, ഇതിൽ ജസ്റ്റ് ഇന്ന് പിടിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പം നല്ല ഭംഗിയുള്ള നോട്ട്സ് വന്ന് വീടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ എത്ര ഭംഗിയായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റിയെന്ന്. ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ 3 പെറ്റലും അതിനകത്തൊരു മുത്തും അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫ്രഞ്ച് നോട്ട്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതൽ ഫ്ലവേഴ്സും ചെയ്ത് കൂടുതൽ ഫ്രഞ്ച് നോട്ട്സ്, ഇപ്പോൾ ഫ്രഞ്ച് നോട്ട്സ് തന്നെ ഇട്ട് ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക, ഇനിയുള്ള വീഡിയോസിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.